തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വന്നതു മുതൽ എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിക്കുകയായിരുന്നു ഓരോ സ്ഥാനാർത്ഥികളും അവരുടെ ക്യാമ്പും എന്നത് നമുക്ക് കാണാം. അത്രമാത്രം വീറും വാശിയുമേറിയ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനാണ് ഇത്തവണ കൊട്ടിക്കലാശമാകുന്നത്. ഇപ്പോൾ തുറന്ന വാഹനത്തിൽ പി കെ കുഞ്ഞാലിക്കുട്ടി വാഹനത്തിന് മുകളിൽ പ്രവർത്തകരെ അഭിവാദ്യം ചെയ്യുന്നതാണ്. വാഹനത്തിന് മുകളിൽ കയറി പ്രവർത്തകരെ അഭിവാദ്യം ചെയ്യുന്നതാണ് നമ്മൾ കാണുന്നത്. മലപ്പുറത്ത് നിന്ന് മണ്ഡലം മാറി അദ്ദേഹം വേങ്ങരയിൽ നിന്ന് മലപ്പുറത്തേക്ക് എത്തി മത്സരിക്കുന്നു എന്ന ഒരു പ്രത്യേകത ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചുണ്ട്. അവിടെ പ്രവർത്തകർക്ക് ആവേശമായി പി കെ കുഞ്ഞാലിക്കുട്ടി അവസാന നിമിഷങ്ങളിൽ എത്തുന്നു. കൊട്ടിക്കലാശത്തിന്റെ അവസാന നിമിഷങ്ങളിൽ ഇനി ഏതാണ്ട് 12 മിനിറ്റ് മാത്രം അവശേഷിക്കുന്നു. കേരളത്തിലെ നിർണായകമായ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പരസ്യ പ്രചരണം കൊട്ടിയിറങ്ങാൻ ഇനി 12 മിനിറ്റ് മാത്രമാണ് അവശേഷിക്കുന്നത്. ആവേശക്കൊടുമുടിയിലാണ് നമ്മൾ കാണുന്ന ദൃശ്യങ്ങളിലെല്ലാം. എല്ലാ മുന്നണികളും ആവേശ കൊടുമുടിയിലാണ്. വട്ടിയൂർക്കാവിൽ ഏറ്റവും ആവേശകരമായ സാഹചര്യം, ഏറ്റവും ആവേശകരമായ മത്സരം നടക്കുന്ന മണ്ഡലങ്ങളിൽ കൊട്ടിക്കലാശവും ആ രീതിയിൽ വലിയ ആവേശം നിറയ്ക്കുന്നതാകുന്നു. പി കെ കുഞ്ഞാലിക്കുട്ടി കൂടി എത്തിയിരിക്കുകയാണ്. അവിടെ UDF ക്യാമ്പിന് വലിയ ആവേശം പകർന്നിരിക്കുകയാണ്. നേരത്തെ മുതൽ തന്നെ പ്രവർത്തകർ വലിയ ആവേശത്തിലായിരുന്നു. അവിടെ അദ്ദേഹം വാഹനത്തിന് മുകളിൽ പ്രവർത്തകരെ അഭിസംബോധന ചെയ്തു. അദ്ദേഹത്തെ സംബന്ധിച്ച് മലപ്പുറത്തേക്ക് വന്ന് മത്സരിക്കുന്നു എന്നത് ഒരു പ്രത്യേകതയാണ്. ഇപ്പോൾ വട്ടിയൂർക്കാവിലെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ഏറ്റവും കളർഫുൾ ആയിട്ടുള്ള കൊട്ടിക്കലാശം നടക്കുന്നത് പേരൂർക്കടയിലാണ്. വട്ടിയൂർക്കാവ് മണ്ഡലത്തിലാണ്. 3 സ്ഥാനാർത്ഥികളും അവിടെ അണിനിരന്നിട്ടുണ്ട്. UDF ക്യാമ്പിൽ വീണ നായർ ഉൾപ്പെടെയുള്ളവർ ഡാൻസ് കളിക്കുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് വരുന്നത്. നേമത്ത് നടി പ്രിയങ്ക ശബരിനാഥനൊപ്പം അവസാന മണിക്കൂറുകളിൽ പ്രചരണ വാഹനത്തിലെത്തുന്നത് നമ്മൾ കണ്ടു. UDF ക്യാമ്പ് വലിയ ആവേശത്തിലാണ്. ഇത്തവണ കൂടുതൽ മണ്ഡലങ്ങൾ പിടിക്കുക എന്നതാണ് അവർ ലക്ഷ്യമിട്ടിട്ടുള്ളത്. അത് സാധ്യമാകും എന്നത് അവർ പ്രതീക്ഷിക്കുകയാണ്. ആ ആവേശമാണുള്ളത്. വട്ടിയൂർക്കാവിൽ മുരളീധരൻ്റെ തിരിച്ചുവരവോടുകൂടി വട്ടിയൂർക്കാവ് മണ്ഡലം സ്വന്തമാക്കാമെന്ന വലിയ പ്രതീക്ഷ അവരെ സംബന്ധിച്ചുണ്ട്. എന്നാൽ പ്രവചനാതീതമാണ് കാര്യങ്ങൾ. എന്ത് സംഭവിക്കും എന്നത് അറിയാൻ അല്ലെങ്കിൽ പ്രവചിക്കാൻ കഴിയാത്ത സാഹചര്യം വട്ടിയൂർക്കാവിനെ സംബന്ധിച്ചുണ്ട്. ശക്തമായ ത്രികോണ മത്സരമാണ് വട്ടിയൂർക്കാവിൽ നടക്കുന്നത്. തൃപ്പൂണിത്തുറയിൽ വലിയ ആവേശത്തിൽ അഞ്ജലി ഈ അവസാന മിനിറ്റുകളിൽ, ഇനി അവസാനം 10 മിനിറ്റാണ്, 10 മിനിറ്റ് മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. കൊട്ടിക്കലാശം അത് അവസാനിക്കാൻ 10 മിനിറ്റ് മാത്രമാണ് അവശേഷിക്കുന്നത്. ഇപ്പോൾ കൊട്ടാരക്കരയിൽ ഐഷ പോറ്റി ഈ കൊട്ടിക്കലാശം നടക്കുന്ന ഇടത്തേക്ക് എത്തിയിരിക്കുകയാണ്. പ്രവർത്തകർ വലിയ ആവേശത്തിലാണ്. അവിടെ എന്ത് സംഭവിക്കും എന്നത് പ്രവചിക്കാനാകാത്ത സാഹചര്യം ഉണ്ട്. KN ബാലഗോപാൽ പക്ഷേ തികഞ്ഞ പ്രതീക്ഷയിൽ തന്നെയാണ്. മുന്നണി മാറി UDFിൻ്റെ സ്ഥാനാർത്ഥിയായ ഐഷ പോറ്റിക്കൊപ്പം ജനങ്ങൾ നിൽക്കുമോ? എന്താണ് സംഭവിക്കാൻ പോകുന്നത്? വലിയ ആകാംക്ഷ നിറയ്ക്കുന്ന മണ്ഡലങ്ങൾ അങ്ങനെ നിരവധിയാണ് ഇത്തവണ തെരഞ്ഞെടുപ്പിൽ. അവിടെയെല്ലാം ഈ പ്രചരണവും ആവേശത്തിൽ തന്നെയാണ്. കൊട്ടിക്കലാശവും അതിൻ്റെ പാരമ്യത്തിൽ തന്നെയാണ്. ഇനി ഏതാണ്ട് മിനിറ്റുകൾ മാത്രം, 10 മിനിറ്റ് മാത്രം അവശേഷിക്കുന്നു. മാർച്ച് 15-നാണ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം ഉണ്ടായത്. അന്നു മുതൽ ഇന്ന് വരെ വിശ്രമമില്ലാതെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിലായിരുന്നു മുന്നണികൾ. നമുക്കറിയാം, ഏറ്റവും ആദ്യം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചത് CPI ആണ്. അതിന് പിന്നാലെ CPM സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്നു, ആദ്യഘട്ട സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്നു. എന്നാൽ UDF ക്യാമ്പിൽ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥികളുടെ പ്രഖ്യാപനം വൈകിയത് വലിയ ചർച്ചയാകുന്നു. ഡൽഹിയിൽ ചർച്ചകൾ നീണ്ടുപോകുന്നു. അത് വലിയ ചർച്ചയാകുന്നു. ആദ്യം കളം പിടിച്ച സ്ഥാനാർത്ഥികൾ പ്രചരണത്തിൽ മുന്നോട്ട് പോകുന്നു. എന്നാൽ പിന്നാലെ UDFും കോൺഗ്രസും അവരുടെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്നു. പ്രതീക്ഷിച്ച വലിയ പൊട്ടിത്തെറികളില്ലാതെ തന്നെ അവർക്ക് സ്ഥാനാർത്ഥി പ്രഖ്യാപനം പൂർത്തിയാക്കാൻ കഴിഞ്ഞു. എങ്കിൽ പോലും K. സുധാകരൻ ഉയർത്തിയ വലിയ ഭീഷണി അവരെ സംബന്ധിച്ച് അവരെ മുൾമുനയിലാക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നീട് എല്ലാ സ്ഥാനാർത്ഥികളും ചുരുക്കം ദിവസങ്ങൾ കൊണ്ട് തന്നെ കളം നിറയുന്നതാണ് കണ്ടത്. അവിടെ സ്ഥാനാർത്ഥിത്വം മോഹിച്ച അല്ലെങ്കിൽ പ്രതീക്ഷിച്ച ചിലരുടെ ഫ്ലെക്സുകൾ പാഴാകുന്ന കാഴ്ച കൂടി നമ്മൾ കണ്ടു. പിന്നീട് പ്രചരണത്തിൻ്റെ ഏറ്റവും തീച്ചൂളയിലായിരുന്നു കേരളം എന്ന് തന്നെ പറയാം.
അന്തരീക്ഷ താപനില 37-38 ഡിഗ്രിയും ഒക്കെ ഉയർന്ന പാലക്കാടും തൃശ്ശൂരിലുമൊക്കെ വലിയ രീതിയിൽ തെരഞ്ഞെടുപ്പ് ചൂട് കൂടി ഉയരുന്നതാണ് നമ്മൾ കണ്ടത്. സംസ്ഥാനത്താകെ ഈ കടുത്ത ചൂടിനിടയിലും തെരഞ്ഞെടുപ്പ് പ്രചരണം സുഗമമായി തന്നെ നടന്നു. അല്ലെങ്കിൽ ആ ചൂടിനെ അവഗണിച്ചുകൊണ്ട് തന്നെ സ്ഥാനാർത്ഥികൾ കളം പിടിക്കുന്ന കാഴ്ച കണ്ടു. എന്തായാലും 23 ദിവസം നീണ്ട പ്രചാരണം അതിൻ്റെ സമാപനത്തിലേക്ക് നീങ്ങുകയാണ്. ഇനി 8 മിനിറ്റ് മാത്രം അവശേഷിക്കുന്നു. 5:52 ആയിരിക്കുന്നു. 6 മണിക്ക് പരസ്യ പ്രചരണത്തിൻ്റെ സമയം അവസാനിക്കും. പിന്നീട് നിശബ്ദ പ്രചരണത്തിൻ്റെ മണിക്കൂറുകളാണ്. നാളെ ഒരു ദിവസം നിശബ്ദ പ്രചരണത്തിൻ്റെതാണ്. എല്ലാ സ്ഥാനാർത്ഥികളും കണ്ട് വോട്ട് അഭ്യർത്ഥിച്ച ജനങ്ങൾ ആർക്ക് വോട്ട് ചെയ്യണമെന്ന് നിശബ്ദമായി തീരുമാനിക്കുന്ന ദിവസമാണ് നാളെ. മറ്റന്നാൾ രാവിലെ കേരളം പോളിംഗ് ബൂത്തിലെത്തും. അത് കേരളത്തിൻ്റെ നിർണായകമായ വിധിയെഴുത്താകും. കേരളം ആര് ഭരിക്കണമെന്ന് തീരുമാനിക്കുന്ന നിർണായകമായ വിധിയെഴുത്ത്. 1982 ശേഷം ആദ്യമായി നടന്ന തുടർ ഭരണമാണ് കഴിഞ്ഞ തവണ സംഭവിച്ചത്. 2016 8 സീറ്റ് കൂടുതൽ നേടിക്കൊണ്ടാണ് LDF 2021 അധികാരത്തിൽ എത്തിയത്. അവിടെ വീണ്ടും ഒരു തുടർച്ച ജനങ്ങൾ സമ്മാനിക്കുമോ LDFന്? അതോ UDFന്റെ തിരിച്ചുവരവിനാണോ 2026 കളമൊരുങ്ങുന്നത്? NDA ഇവിടെ ഒഴിവാക്കാനാകാത്ത ശക്തിയായി മാറുമോ? 3 മുതൽ 7 വരെ സീറ്റുകൾ ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന NDA ഇത്തവണ വീണ്ടും അക്കൗണ്ട് തുറക്കുമോ? അത് ഒരു നിർണായക ശക്തിയായി NDA ഇവിടെ മാറുമോ? അങ്ങനെയൊക്കെ നിരവധി ചോദ്യങ്ങൾ ഉയരുന്ന നിർണായകമായ തെരഞ്ഞെടുപ്പാണ്. ആ തെരഞ്ഞെടുപ്പിന്റെ പരസ്യ പ്രചരണം അവസാനിക്കാൻ ഇനി 7 മിനിറ്റ് മാത്രമാണുള്ളത്. 7 മിനിറ്റിനകം പരസ്യ പ്രചരണത്തിനുള്ള സമയം അവസാനിക്കും. 23 ദിവസം നീണ്ട പരസ്യ പ്രചരണം അവസാനിക്കുകയാണ്. പ്രചരണത്തിന് ലഭിച്ചത് വെറും 23 ദിവസമാണ്. അത് അവസാനിക്കാൻ പോവുകയാണ്. 7 മിനിറ്റ് മാത്രമാണ് ഇനി അവശേഷിക്കുന്നത്. നമുക്കറിയാം, ഏറ്റവും ശക്തമായ പ്രചരണം നടന്ന ചുരുക്കം ദിവസങ്ങളാണ് എങ്കിൽ പോലും ഏറ്റവും ശക്തമായ പ്രചരണം നടന്ന ദിവസങ്ങളാണ് കടന്നുപോയിരിക്കുന്നത്. നിരവധി വിഷയങ്ങൾ ഉയർന്നു വന്ന തെരഞ്ഞെടുപ്പാണ്. ഡീൽ, ഒപ്പം ശബരിമല സ്വർണ്ണക്കൊള്ള, വയനാട് ദുരന്തബാധിതർക്ക് വീട് നൽകുന്നതുമായി ബന്ധപ്പെട്ടുള്ള ആരോപണങ്ങൾ, HCRA തുടങ്ങി നിരവധി വിഷയങ്ങൾ. വികസനം ഒരു പ്രധാന ചർച്ചയായ തെരഞ്ഞെടുപ്പ്. SDPI ജമാഅത്തെ ഇസ്ലാമി ബന്ധം ചർച്ചയായ തെരഞ്ഞെടുപ്പ്. അങ്ങനെ നിരവധി വിഷയങ്ങൾ ചർച്ചയായ തെരഞ്ഞെടുപ്പിൽ ജനം എന്ത് തീരുമാനിക്കുന്നു, എന്ത് വിധി എഴുതുന്നു എന്നറിയാൻ നമ്മൾ കാത്തിരിക്കണം. മറ്റന്നാളാണ് വോട്ടെടുപ്പ്. അതിൻ്റെ ഫലം വരാൻ ഒരു മാസത്തോളം നീളുന്ന കാത്തിരിപ്പ് കേരളത്തിനെ സംബന്ധിച്ച് ആവശ്യമായി വരുന്ന ഒരു ഘട്ടമുണ്ട്. ഇപ്പോൾ 6 മിനിറ്റ് മാത്രം അവശേഷിക്കുന്നു. പറവൂരിൽ നിന്നുള്ള കാഴ്ചകളാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ഇപ്പോൾ അത് മലപ്പുറത്തേക്ക് മാറുന്നു. കുഞ്ഞാലിക്കുട്ടി വീണ്ടും വാഹനത്തിന് മുകളിൽ കയറി പ്രവർത്തകരെ അഭിവാദ്യം ചെയ്യുന്നു. അവിടെ വലിയ ആവേശമായി PK കുഞ്ഞാലിക്കുട്ടി മാറുന്നു. ഇനി അവശേഷിക്കുന്നത് 5 മിനിറ്റ് മാത്രം. പരസ്യ പ്രചരണം അവസാനിക്കാൻ 5 മിനിറ്റ് മാത്രമാണ് അവശേഷിക്കുന്നത്. ചുമന്നു തുടുത്ത ഒട്ടിക്കലാശം നമ്മൾ ഒരു ഭാഗത്ത് കാണുന്നു. അതേസമയം വലിയ ആവേശം തീർത്ത് മറ്റു മുന്നണികളും ഒട്ടിക്കലാശത്തിൽ സജീവമായിരിക്കുന്നതാണ് കാണുന്നത്. 5 മിനിറ്റ് മാത്രമാണ് പരസ്യ പ്രചരണം അവസാനിക്കാനുള്ളത്. നിരവധി വിഷയങ്ങൾ ചർച്ച ചെയ്ത തെരഞ്ഞെടുപ്പിൽ ജനം എന്ത് വിധി എഴുതും? അത് LDFന്റെ തുടർച്ചയ്ക്കായുള്ള വിധിയെഴുത്താകുമോ? അതോ UDFന്റെ തിരിച്ചുവരവിനായുള്ള വിധിയെഴുത്താകുമോ? സംസ്ഥാനത്ത് ഭരണവിരുദ്ധ വികാരമുണ്ടോ? അതോ ഇഞ്ചോടിഞ്ച് പോരാട്ടമാണോ? തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ സാഹചര്യം ആവർത്തിക്കുമോ സംസ്ഥാനത്ത്? ഇഞ്ചോടിഞ്ചാണോ പോരാട്ടം? NDA ഇത്തവണയും പുറത്താണോ അതോ അകത്താണോ? നിരവധി ചോദ്യങ്ങളാണ് ഈ തെരഞ്ഞെടുപ്പ് ഉയർത്തുന്നത്. കേരളത്തെ സംബന്ധിച്ച് അതിനിർണായകമായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പാണ്. ഇനി അവശേഷിക്കുന്നത് 5 മിനിറ്റ് മാത്രമാണ്. പരസ്യപ്രചരണം അവസാനിക്കാൻ 5 മിനിറ്റ് മാത്രം ബാക്കിയാകുമ്പോൾ എല്ലാ കേന്ദ്രങ്ങളിലും ആവേശം അതിൻ്റെ ഉച്ചസ്ഥായിയിലാണ്. വലിയ ആവേശം എല്ലാ ക്യാമ്പിലും ഉണ്ട്. വിശ്രമമില്ലാത്ത ദിവസങ്ങളാണ് സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച്, രാഷ്ട്രീയ പാർട്ടികളെ സംബന്ധിച്ച് കടന്നുപോയിട്ടുള്ളത്. ഇനി വിശ്രമത്തിൻ്റെ ദിവസങ്ങളാണ്. ഒരു മാസത്തോളം നീണ്ട കാത്തിരിപ്പിനൊടുവിലാകും ഈ മത്സരത്തിൻ്റെ ഫലം അറിയാൻ കഴിയുക. ജനങ്ങൾ കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.